അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ സംസാരത്തിൽ നാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ട് നൽകിയ ആദ്യത്തെ ഗസ്വത്തിനെ കുറിച്ച് പറഞ്ഞു. അത് അബവായിലേക്കായിരുന്നു, ഹിജറ 2-ാം വർഷം സഫർ മാസത്തിൽ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ നേതൃത്വത്തിൽ 70ഓളം മുഹാജിറുകളും അബവായിൽ എത്തി. എങ്കിലും അപ്പോഴേക്കും ശത്രു ആ വഴി കടന്നു പോയിരുന്നു. നമ്മൾ ഈ വിഷയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ചരിത്രങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാം ഒരു ഊഹം മാത്രമാണ്. എന്തെങ്കിലും ഒരു വാർത്ത ലഭിക്കുന്നു, ഇന്നവരുടെ കച്ചവട സംഘം വരുന്നുണ്ട്, പോകുന്നുണ്ട് എന്നുള്ള വാർത്ത. അപ്പോൾ കണക്ക് കൂട്ടലുകൾ നടത്തുന്നു. ഇന്ന ദിവസം അവർ ഇന്ന സ്ഥലത്തെത്താൻ സാധ്യതയുണ്ട്. ആ ഒരു കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈനിക നീക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തുമ്പോൾ അപ്പോഴേക്കും ആ ശത്രുക്കൾ അവരുടെ കച്ചവട സംഘവുമായി കടന്നു കളഞ്ഞിരുന്നു. പിന്നെ ഈ യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ലംറത്തുമായി കരാർ ചെയ്തത് എന്നത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. സമീപ പ്രദേശങ്ങളിലുള്ള പൗരാണിക അറബ് കുടുംബങ്ങളുമായി സന്ധിയിൽ ഏർപ്പെടുക എന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയപരമായ നീക്കത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദേശം ഈ ദൗത്യങ്ങളിലെല്ലാമായി, അതായത് അബവായിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനും ഒപ്പം ബനു ലംറയുമായി സംസാരിക്കാനും അവരുമായി സന്ധിയിൽ ഏർപ്പെടാനുമെല്ലാം മൊത്തത്തിൽ 15ഓളം ദിവസം വേണ്ടി വന്നു എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ പതാക വെളുത്ത പതാകയായിരുന്നു. ആ പതാക വഹിച്ചിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇത് 4ാമത്തെ നീക്കം. ഇനി 5ാമത്തെ നീക്കം ബുവാത്തിലേക്കായിരുന്നു. അത് ഹിജറ 2-ാം വർഷം തൊട്ടടുത്ത മാസം തന്നെ റബീഉൽ അവ്വലിലായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വം തന്നെ ഉണ്ടായിരുന്നു. നബിയോടൊപ്പം 20ഓളം ആൾക്കാർ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ ലക്ഷ്യം മക്കയിലെ ഏറ്റവും വലിയ പ്രധാനിയും പ്രമാണിയുമായിരുന്ന ഉമയ്യത്ത് ബിനു ഖലഫിൻ്റെ കച്ചവട സംഘമായിരുന്നു. ഏകദേശം 100 ആൾക്കാരും 2500-ലധികം വരുന്ന ഒട്ടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കച്ചവട സംഘമായിരുന്നു അത്. അവരെ തേടി പുറപ്പെട്ടുവെങ്കിലും അവരുമായും യുദ്ധങ്ങളോ കലാപങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 5 യുദ്ധ നീക്കങ്ങളിലും അല്ലെങ്കിൽ ദൗത്യ നീക്കങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നില്ല, കാര്യമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിലൊന്നും കാര്യമായ ഏറ്റുമുട്ടലുകൾ നടത്തുക എന്ന ഉദ്ദേശം ആത്യന്തികമായി ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ പ്രാഥമികമായ നീക്കങ്ങളെല്ലാം ഒരു സന്ദേശം നൽകുക എന്ന അർത്ഥത്തിൽ മാത്രമുള്ളതാണ്. ആ സന്ദേശം, അതായത് മദീനയിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും ക്ഷീണിതരല്ല. അവർ സാമൂഹ്യമായി സൈനികമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്, അവർ രാഷ്ട്രീയമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നിത്യാദിയുള്ള സന്ദേശങ്ങൾ മക്കക്കാർക്ക് നൽകാൻ വേണ്ടിയുള്ളതായിരുന്നു. 6ാമത്തെ ദൗത്യ സംഘം സഫ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളതായിരുന്നു. അത് ഏതാണ്ട് ബദറിൻ്റെ അടുത്തുള്ളതായിരുന്നു. അവിടെ ഖുർസ് ബിൻ ജാബിർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മക്കക്കാരനായ അയാളുടെ പതിവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് മദീനക്കാരുടെ ആടുമാടുകളെ ആക്രമിക്കുക, എന്നിട്ട് നിങ്ങൾ മുഹമ്മദിനും അനുയായികൾക്കും അഭയം നൽകിയിട്ടല്ലേ എന്ന് വലിയ വാക്കിൽ പറയുകയും ചെയ്യുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു സഫ്വാനിലേക്കുള്ള സൈനിക നീക്കവും. ഈ നീക്കം കാര്യമായ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല. കാരണം നബിയുടെയും സഹാബിമാരുടെയും സംഘം വരുന്നുണ്ട് എന്ന വാർത്ത എങ്ങനെയോ അറിഞ്ഞ ഖുർസ് തൻ്റെ അനുയായികളുമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യമായ ഏറ്റുമുട്ടലുകൾ നടത്തേണ്ട സാഹചര്യം ഈ ഒരു സൈനിക മുന്നേറ്റത്തിലും വന്നില്ല. ഇതിനെയാണ് ശരിക്കും ഗസ്വത്തു ബദർ അൽ ഊല എന്ന് പറയാറുള്ളത്. ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിനെ ഒരു ഗസ്വത്തായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 7ാമത്തെ സൈനിക നീക്കം ഗസ്വത്തു ദുൽ ഉഷൈറ എന്നതായിരുന്നു.
ഖസ്വത്ത് ദുൽ ഉഷൈറ മുതൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ നബി ചരിത്രത്തെ കാണേണ്ടതുണ്ട്. കാരണം നാം മെല്ലെ മെല്ലെ ഖസ്വത്ത് ബദറുൽ കുബ്ര ഇസ്ലാമിക ചരിത്രത്തിൽ, വിശ്വാസികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലും വിജയവുമായിരുന്ന ഐതിഹാസികമായ ബദർ യുദ്ധത്തിൻ്റെ അധ്യായങ്ങളിലേക്ക് കടക്കുന്നത് ഖസ്വത്ത് ദുൽ ഉഷൈറയിലൂടെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.